ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 84ാമത് വാർഷിക സമ്മേളനം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഡിസംബർ 28-ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്ര കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ ഗുരുക്കൾ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കെ സുധാകരൻ MP വിശിഷ്ടാതിഥിയാകുമെന്നും സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന് വേദിയാവുന്നു. ഇതിനു മുമ്പ് പൊതുവിൽ സർവകലാശാല ആസ്ഥാനങ്ങളും മറ്റുമൊക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന് വേദിയായിട്ടുള്ളത്. കേരളത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കോളേജ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന് വേദിയാവുന്നു എന്നുള്ളത് അതും ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ എത്തിച്ചേരുന്ന ഇന്ത്യയിലെ അതിപ്രഗത്ഭരായ, ഇന്ത്യക്ക് പുറത്തുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വേളയിൽ വിദ്യാർത്ഥികളോട്, അക്കാഡമിക് കമ്മ്യൂണിറ്റിയോട്, ഈ നാട്ടിലെ ജനങ്ങളുമായി ഉൾപ്പെടെ സംവദിക്കുന്നതിനും ഒക്കെ അവരുണ്ടാവും. അതെല്ലാം നമുക്ക് വലിയ നേട്ടമാണ്. ഈ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ വിജയം നമ്മളെല്ലാവരും ചേർന്ന് രൂപപ്പെടുത്തേണ്ടതാണ്. അതിൽ പത്രപ്രവർത്തകരുടെ പിന്തുണ ആവശ്യമാണ്. 30-ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് കോളേജ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ വേദിയാകുന്നതെന്നും ഡോക്ടർ വി ശിവദാസൻ പറഞ്ഞു. പ്രൊഫസർ സയ്യിദ് അലി നദീം റസാവി, പ്രൊഫസർ വിനോദൻ നാവത്ത്, ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ J വാസന്തി, പ്രൊഫസർ KP പ്രശോഭിത്ത്, ഡോക്ടർ A വത്സലൻ, ഡോക്ടർ MT നാരായണൻ, GS അഭിനന്ദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.